മാപ്രകൾ കൂടെ കൂടെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, മാധ്യമധർമ്മം ഒലക്കയാണ്. ദേ അധമ അവതാരത്തിൻ്റെ ഈ വാക്കുകളൊന്ന് കേട്ടെ. നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം കിട്ടൂ. പരസ്യം കിട്ടിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക്. ബാക്കി ഈ പറയുന്ന മാധ്യമധാർമ്മികത, ഈ പറയുന്ന ഫുൾ കൺസെപ്റ്റിനപ്പുറം ഇതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറയുന്ന പരിപാടിയാണ്. കേട്ടോ, എത്തിക്സോ മാധ്യമധർമ്മോ മാധ്യമ നൈതികതയോ ഇതൊന്നും ഒരു വിഷയമല്ല. ഈ നാട്ടിൽ റേറ്റിംഗ് ആണ് പ്രശ്നം. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ കച്ചവടം. ആരാണോ ഏത് കടയിൽ നിന്ന് കൂടുതൽ സാധനം മേടിക്കുന്നു അവർക്ക് ലാഭം കിട്ടുന്നു എന്ന് പറയുന്നത് പോലെ ഞങ്ങളുടെ റേറ്റിംഗ് കച്ചവടം. ഏറ്റവും കൂടുതൽ ആൾക്കാർ വന്ന് വാർത്ത കാണുന്നു, അവരുടെ നിന്ന് ഞങ്ങൾക്ക് കൂടുതൽ പൈസ കിട്ടും. അത് മാത്രമാണ് ഇവരുടെ ധർമ്മം. അതിനപ്പുറത്തേക്ക് മറ്റൊന്നുമില്ല. എന്തുകൊണ്ട് ഇടതുപക്ഷത്തിനെതിരെ നിരന്തരം വാർത്ത കൊടുക്കുന്നു എന്നതിൻ്റെ ഉത്തരം കൂടിയാണിത്. അത് റേറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്. റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ സംഘപരിവാറുകാർ ഫണ്ട് ചെയ്യും, കോൺഗ്രസ്സുകാർ ഫണ്ട് ചെയ്യും. അപ്പോൾ മുതലാളിക്ക് പോക്കറ്റ് നിറച്ച് പണം കിട്ടും. അപ്പോൾ ഞങ്ങൾക്ക് എന്ത് കിട്ടും? ശമ്പളം കിട്ടും. ഇതൊന്നും ഇല്ലെങ്കിൽ ശമ്പളം ഉണ്ടാകില്ല. അപ്പോൾ ഇടതുപക്ഷക്കാരെ സംബന്ധിക്കുന്നിടത്തോളം അവർ അധികം കാശ് ചിലവാക്കാൻ ശേഷിയില്ലാത്തവരാണ്. കാര്യം തൊഴിലാളി പ്രസ്ഥാനമാണല്ലോ. പക്ഷേ നേരെ മറിച്ച് മുതലാളി പ്രസ്ഥാനങ്ങൾക്കൊപ്പം നിന്ന ഞങ്ങളുടെ മാസപ്പടിയും ഞങ്ങളുടെ ശമ്പളവും എല്ലാം വളരെ സ്മൂത്തായിട്ട് റൺ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതല്ലേ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്നിനേക്കാൾ അപ്പുറം അവർക്ക് പ്രധാനം കാശാണ് ബിഗിലെ. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യണം? കാശ് കിട്ടാൻ വേണ്ടി ആരാണോ കൂടുതൽ സ്പോൺസർഷിപ്പ് തരുന്നത്, ഏത് മുതലാളിയാണോ കൂടുതൽ പണം ചിലവാക്കുന്നത് അവർക്കൊപ്പം ഞങ്ങൾ നിൽക്കും. യജമാനനോട് സ്നേഹമില്ലാത്ത ഏതെങ്കിലും ജന്തു നമ്മുടെ നാട്ടിലുണ്ടോ? കൊടുക്കുന്നതിന് തിരിച്ച് നന്ദിയെങ്കിലും പ്രകടിപ്പിക്കണ്ടേ? അതുകൊണ്ടാണ് റേറ്റിങ്ങിന് വേണ്ടി ഇമ്മാതിരി വ്യാജ വാർത്തകൾ പടച്ചുവിടുന്നത്, ഇമ്മാതിരി കഥാപ്രസംഗങ്ങൾ നടത്തുന്നത്. ഇതൊന്നും ഈ നാടിനെ നന്നാക്കാനോ ഈ നാടിനെ ഓർത്തൊന്നുമല്ല. ഞങ്ങളുടെ പച്ചരി പ്രശ്നമാണ്. ഞങ്ങളുടെ പച്ചരി പ്രശ്നം പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ മുതലാളിക്ക് കാശ് കിട്ടണം. ആ കാശ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? ശമ്പളം കിട്ടുള്ളൂ. ബാക്കിയുള്ള എല്ലാം മാങ്ങാത്തൊലിയാണെന്ന് ആ വാക്കുകളിലുണ്ട്. നല്ല കോമ്പറ്റീഷൻ ഫീൽഡാണ്. നമ്മൾ നിൽക്കുന്നത് നമ്മുടെ റേറ്റിംഗ് അടിസ്ഥാനത്തിലാണ്. റേറ്റിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പരസ്യം കിട്ടൂ. പരസ്യം കിട്ടിയാൽ മാത്രമേ ശമ്പളം കിട്ടുള്ളൂ. അതാണ് ഇതിൻ്റെ ബേസിക്. ബാക്കി ഈ പറയുന്ന മാധ്യമധാർമ്മികത, ഈ പറയുന്ന ഫുൾ കൺസെപ്റ്റിനപ്പുറം ഇതിൻ്റെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് ഈ പറയുന്ന പരിപാടിയാണ്. ഇനിയെങ്കിലും മാധ്യമധർമ്മം, മാധ്യമവേട്ട തുടങ്ങിയ വാക്കുകളൊക്കെ എടുത്ത് പ്രയോഗിക്കുമ്പോൾ നാട്ടുകാർ മനസ്സിലാക്കേണ്ടത് വെറും കച്ചവടം മാത്രമാണ്. പൈസയ്ക്ക് വേണ്ടി ചെയ്യുന്ന ജോലി എന്നതിനപ്പുറം ഒരു തരത്തിലും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ മുതലാളിക്ക് പൈസ കിട്ടിയാൽ നമുക്ക് ഗുണമുണ്ടാകും. മുതലാളിക്ക് പൈസയില്ലേ, നമ്മൾക്കും പൈസയില്ല. സ്വാഭാവികമായിട്ട് നമ്മൾ അടുത്ത കളത്തിലേക്ക് പോകും. അവിടെ എന്ത് രാഷ്ട്രീയമെന്നൊന്നും ഞങ്ങളുടെ പ്രശ്നമില്ല. ഇവിടെ എന്ത് കഥാപാത്രമാണ് കാശ് മേടിച്ചിട്ട് ഞാൻ കെട്ടേണ്ടത്, ആ കഥാപാത്രം നല്ല അന്തസ്സായിട്ട് ഞാൻ കെട്ടിയാണ്. മുതലാളി ആവശ്യപ്പെടുന്നതിനപ്പുറം എനിക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിലപാടോ കാഴ്ചപ്പാടോ നാടിനോടുള്ള പ്രതിബദ്ധതയോ ഒന്നുമില്ല. മാസാമാസം അക്കൗണ്ടിൽ വീഴുന്ന ആ എമൗണ്ടിനെ കുറിച്ച് മാത്രമാണ് എൻ്റെ ആകുലത. അതിന് മാത്രമാണ് മുൻഗണനയെന്ന് ആ വാക്കുകൾ കൃത്യമായി അടിവരയിടുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ ഓരോ അധമ മാപ്ര അവതാരങ്ങളെന്ന് ഈ നാട്ടുകാർ ഈ വാക്ക് മുൻനിർത്തി മനസ്സിലാക്കുക.